എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ലഞ്ചിന് പറ്റിയ ഒരു ഒഴിച്ചുകറിയാണ്. ഇത് നമ്മൾ ഉള്ളിത്തീയൽ ഇതിനു മുമ്പ് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ പക്ഷേ കുറച്ച് ഓയിലൊക്കെ കൂടുതൽ ചേർത്തിട്ടുള്ള ഒരു ഉള്ളിത്തീയലാണ്. അപ്പോൾ ഇത് വളരെ കുറച്ച് മിനിമം ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഓയിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഉള്ളിത്തീയലാണ്. ഉള്ളി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുകയൊന്നുമില്ല, മുഴുവനായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പിന്നെ ഇതിനകത്ത് അല്പം തേങ്ങ ഒന്ന് വറുത്ത് അരയ്ക്കണം, മിക്സിയിലിട്ടൊന്ന് അരയ്ക്കണം. അത് ഈ തേങ്ങ വറുത്തെടുക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് മതി. കുറച്ച് ഉള്ളിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ വറക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ കുറച്ച് ഉള്ളി, ഒരു 10-20 ഉള്ളിയാണ്, ചെറിയ ഉള്ളി. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒപ്പം തന്നെ നമ്മുടെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊന്ന് നെടുകെ പിളർന്നാണ്, ഫുള്ളായിട്ട് അങ്ങ് സ്പ്ലിറ്റ് ആക്കിയിട്ടില്ല. ഇനിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മുടെ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഉള്ളി നല്ലതുപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ആദ്യത്തെ ആ ഉള്ളിയുടെ കളറൊന്ന് പതുക്കെ മങ്ങിയാണ് വന്നിരിക്കുന്നത്, പച്ചമുളകും അതുപോലെ തന്നെ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനിയും ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് നമ്മളൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് എടുക്കും. ചെറിയൊരു പാനിലോ ചീനച്ചട്ടിയിലോ വെച്ചിട്ട് 2 ഉള്ളി ഞാനിതിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്ത് ചെറിയ തീയിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കണം. ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് കുതിർന്ന് കഴിയുമ്പോൾ അതിൻ്റെ ആ ജ്യൂസ് പിഴിഞ്ഞെടുക്കണം. നമ്മുടെ തേങ്ങ വറുത്തത് നല്ലതുപോലെ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഫ്ലെയിം വെച്ചിട്ട് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഈ തേങ്ങയുടെ ആ ചൂടിൽ കിടന്ന് ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നാൽ മതി മല്ലിപ്പൊടി. ഇനി അതവിടെ ഇരിക്കട്ടെ, ഒന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് അരയ്ക്കാം. ഒപ്പം തന്നെ ഈ സമയത്ത് നമ്മുടെ ഉള്ളിയൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചതൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഈ സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയിലുള്ള പുളിയിലൊക്കെ കിടന്ന് നല്ലതുപോലെ തിളച്ച് അതൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ തേങ്ങ അരച്ചത് കൊണ്ടുവന്നു, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ? നല്ലതുപോലെ അരയണം കേട്ടോ. പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയുള്ള കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഈ അരപ്പും കൂടി ഒന്ന് കിടന്ന് തിളച്ചാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് ആവശ്യത്തിന് ഗ്രേവി ആയിട്ട് കുറുകി വന്നിട്ടുമുണ്ട്. നമുക്ക് ഇപ്പം കുറച്ചുകൂടി ചാറ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കാം. എന്നിട്ട് അതനുസരിച്ചിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ അധികം ഗ്രേവി ആയിട്ട് വെക്കുന്നില്ല, ഒരു ഒഴിച്ചുകറിയാണ് താനും. ഇനി അപ്പോൾ അതവിടെ ഓഫ് ചെയ്ത് അവിടെ വെച്ചു. ഇനി ഇതിലേക്കൊന്ന് കടുകൊക്കെ ഒന്ന് വറുത്തിട്ടാൽ മതി. അപ്പോൾ ഞാനൊരു ചെറിയൊരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഇതാണ് വെളിച്ചെണ്ണ നമ്മൾ ആകെ ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകും പിന്നെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു. ഒന്ന് മൂപ്പിച്ച് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനിയും ഇത് നമുക്കവിടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. പിന്നെ ഈ ഉള്ളിത്തീയൽ തന്നെ പലതരത്തിൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ. ഉള്ളി എണ്ണയിൽ വറുത്ത് അങ്ങനെയും ഉണ്ടാക്കാം. അത് അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത് വളരെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. അധികം ഓയിലൊന്നും ചേർക്കാതെയുള്ള ഒരു കറിയാണ്. പക്ഷേ നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ്.
ഉണ്ടാക്കിയ ഉള്ളിത്തീയൽ കണ്ടല്ലോ, അധികം സമയമൊന്നും വേണ്ട, 10 മിനിറ്റിൽ താഴെ മതി, പെട്ടെന്ന് ഉണ്ടാക്കാം. രാവിലെ ഇപ്പം സ്കൂളിൽ ചോറൊക്കെ കൊണ്ടുപോകുന്ന കുട്ടികൾക്കും ഓഫീസിൽ പോണവർക്കും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ്. പിന്നെ ഈ തേങ്ങ വറുത്തെടുക്കാനാണ് കുറച്ച് സമയം, അല്പസമയം വേണ്ടത്. ഇത് നമുക്ക് വേണമെങ്കിൽ തലേ ദിവസം വറുത്തെടുത്തിട്ട് ഒന്ന് ചൂടൊക്കെ ആറി കഴിയുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. വേണമെങ്കിൽ അരച്ച് ഫ്രിഡ്ജിൽ വെച്ചാലും മതി, ചീത്തയാവില്ല. പുറത്ത് വെച്ചാലും ചീത്തയാവില്ല, തേങ്ങ വറക്കുന്നതുകൊണ്ട് ചീത്തയാവില്ല. എങ്കിലും നമ്മൾക്ക് വേണമെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലെ എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. Bye.